കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിനിടയിൽ രാജ്യത്തെ മൊത്തം കണക്കുകൾ പുറത്ത്. കേന്ദ്രമന്ത്രി SP സിംഗ് ബഘേലാണ് ആശങ്ക ഉയർത്തുന്ന കണക്കുകൾ വെളിപ്പെടുത്തിയത്. 2024 തെരുവുനായയുടെ കടിയേറ്റത് 37 ലക്ഷം പേർക്കാണെന്നും പേവിഷബാധയേറ്റ് മരിച്ചത് 54 പേരെന്നുമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. തെരുവുനായ്ക്കളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണി കണക്കിലെടുത്ത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ നടത്തിയ നാഷണൽ റാബീസ് കൺട്രോൾ പ്രോഗ്രാമാണ് വിവരശേഖരം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. തെരുവുനായ ആക്രമണത്തിന് ഇരകളിൽ 5 ലക്ഷത്തോളം പേർ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അതായത് 20%. തെരുവുനായ്ക്കളെ പ്രതിരോധിക്കുന്നതിനായി സംസ്ഥാനങ്ങൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കർണാടകയിൽ മാത്രം 3,61,522 കേസുകളും 42 പേവിഷബാധ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ പേവിഷബാധ കേസുകൾ വളരെ ഗുരുതരമാകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ആഗോളതലത്തിൽ പേവിഷബാധ മരണങ്ങളുടെ 36% മരണവും ഇന്ത്യയിലാണ് നടക്കുന്നത്. അതേസമയം കേരളത്തിൽ രോഗബാധിതരായ തെരുവുനായകളുടെ ദയാവധം നടത്താൻ മൃഗസംരക്ഷണ തദ്ദേശ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനമായിരുന്നു. തെരുവുനായ പ്രശ്നം നേരിടാൻ അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസിലെ സെക്ഷൻ 8 ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. വെറ്റിനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെയാകണം ദയാവധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ദയാവധം നടത്താൻ അനുമതി നൽകാനും യോഗം തീരുമാനിച്ചു. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ചാകാൻ ദയാവധം നടത്തുകയെന്നും മന്ത്രിമാരായ MP രാജേഷും J ചിഞ്ചുറാണിയും ഉന്നതതല യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസും വാക്സിനേഷനും സെപ്റ്റംബറിൽ നൽകാനാണ് തീരുമാനം. ഗുരുതര രോഗം ബാധിച്ചതോ ദയാവധത്തിന് അനുയോജ്യമാണെന്ന് തദ്ദേശ സ്ഥാപനത്തിന് ബോധ്യപ്പെട്ടാലോ ദയാവധം നടത്തും. വെറ്ററിനറി ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ ദയാവധം അനുവദനീയമാണ്. ഇത് ഉപയോഗപ്പെടുത്തും. ദയാവധം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന നടപടിക്രമങ്ങൾ നിയമത്തിലുണ്ട്. ഇത് പാലിച്ച് രോഗബാധിതരായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കും. കേരളത്തിൽ തെരുവുനായ ആക്രമണ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ 152 ബ്ലോക്കുകളായി വന്ധീകരണ യൂണിറ്റുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.